നമ്മൾ എറണാകുളത്തേക്ക് പോകുന്നു. ജില്ലയിലെ 14 മണ്ഡലങ്ങളിലും മിക്കയിടത്തും പോരാട്ടം തന്നെയാണ്, ശക്തമായ പോരാട്ടം. അതിൽ പറവൂരുണ്ട്, കളമശ്ശേരിയുണ്ട്, കൊച്ചിയുണ്ട്, തൃപ്പൂണിത്തുറയുണ്ട്. VIP മണ്ഡലങ്ങളാണെന്നും കൂടി ഓർക്കുക ഈ മണ്ഡലങ്ങൾ. ഇത്തവണ കൊട്ടിക്കലാശത്തിൽ പി രാജീവിൻ്റെ കൊട്ടിക്കലാശത്തിൽ കളമശ്ശേരിയിൽ ഒരു സർപ്രൈസ് അതിഥി ഉണ്ടാവും. റാപ്പർ വേടൻ വരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. സിബി ജോസഫ്, സിബി, അങ്ങനെയാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും താരമൂല്യമുള്ള ഒരു റോഡ് ഷോ ആയിരിക്കും അവിടെ നടക്കാൻ പോകുന്നത്, സത്യമാണോ? തീർച്ചയായും ഇപ്പോൾ റാപ്പർ വേടൻ കളമശ്ശേരിയിൽ പി രാജീവിൻ്റെ ഈ ഒരു കുട്ടിക്കലാശത്തിൽ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ ഏറ്റവും വലിയ താരമൂല്യമുള്ള റാപ്പർ വേടനെ കൊണ്ടൊരു കുട്ടിക്കലാശത്തിൽ എത്തിക്കാൻ കഴിഞ്ഞാൽ അത് വളരെ വലിയ രീതിയിൽ പങ്കാളിത്തമുള്ള ഒരു റോഡ് ഷോയായി, ആവേശകരമായ റോഡ് ഷോയായി മാറും, അല്ലെങ്കിൽ ഒരു കുട്ടിക്കലാശമായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്തായാലും 14 മണ്ഡലങ്ങളിലും എല്ലാ സ്ഥാനാർത്ഥികളും എല്ലാ മുന്നണികളും തന്റെ കുട്ടിക്കലാശം വളരെ വലിയ ആവേശത്തിലാക്കാനുള്ള തിരക്കിൽ നമ്മൾ പൊതുവെ എല്ലാ ജില്ലയിലും എല്ലാ മണ്ഡലങ്ങളിലും ശക്തമായ പോരാട്ടം എന്നൊക്കെ നമ്മൾ പൊതുവെ പറയാറുണ്ടെങ്കിലും ശരിക്കും എറണാകുളത്ത് എത്ര മണ്ഡലങ്ങളിലാണ് ശരിക്കുള്ള പോരാട്ടം, ശക്തമായ പോരാട്ടം നടക്കുന്നത്? കഴിഞ്ഞ വർഷം ഇടതുപക്ഷത്തിന്റെ കൂടെ നിന്ന ഒരു ജില്ല കൂടിയാണ്. തീർച്ചയായും എറണാകുളത്തെ ഏറ്റവും അധികം പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങൾ പറയുമ്പോൾ ഒന്ന് കളമശ്ശേരി ശക്തമായ പോരാട്ടം നടക്കുന്നുണ്ട്, കുന്നത്തുനാടുണ്ട്, അതുകൂടാതെ കൊച്ചിയുണ്ട്, തൃപ്പൂണിത്തുറയുണ്ട്, പറവൂരുണ്ട്. ഈ മണ്ഡലമെല്ലാം തന്നെയും VIP മണ്ഡലങ്ങൾ കൂടിയാണ്. പറവൂരിൽ നമുക്കറിയാം പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് അവിടെ UDFിൻ്റെ സ്ഥാനാർത്ഥി. പക്ഷേ ഇത്തവണ LDF അവിടെ സ്ഥാനാർത്ഥിയായി നിർത്തിയിരിക്കുന്നത് ഇവിടെ ടൈസൺ മാസ്റ്ററാണ്. അദ്ദേഹം മണ്ഡലത്തിൽ എത്തുമ്പോൾ സ്വാഭാവികമായും ആ ഒരു മത്സരം കടുക്കുകയാണ്. മാത്രമല്ല ഇതിൽ പ്രതിപക്ഷ നേതാവിന് ഒരു ഈസി വാക്കോവർ ആണെന്നായിരുന്നു കോൺഗ്രസ് ആദ്യം അവകാശപ്പെട്ടത്. പക്ഷേ കയ്പമംഗലത്തെ മുൻ MLA ആയ ടൈസൺ മാസ്റ്റർ എത്തിയോടുകൂടി തന്നെ ഒരു ഈസി വാക്കോവർ എന്ന് പറയുന്നത്. മാത്രമല്ല ഇന്നലെ മുഖ്യമന്ത്രി ഒരു അഭിമുഖത്തിൽ VD സതീശന് അതത്ര ഈസി ആണോ എന്ന് ചോദിച്ചുകൊണ്ട് കുറച്ച് വേർക്കും VD സതീശൻ എന്ന് പറയുകയും ചെയ്യുന്നു. സത്യത്തിൽ അങ്ങനെ വേർക്കേണ്ട ഒരു സാഹചര്യം ഇത്തവണയുണ്ടോ? കഴിഞ്ഞ കുറേ കാലമായി വലിയ ഒന്നുമില്ലാതെ ജയിച്ചു വരുന്ന ഒരു സ്ഥലമായിരുന്നു. അവിടെ വേർക്കുന്ന സാഹചര്യമുണ്ടോ എന്ന് പറഞ്ഞാൽ ഒരു കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവിടെ ചില പ്രാദേശികമായ പ്രശ്നങ്ങളുണ്ട്. പ്രത്യേകിച്ച് അവിടുത്തെ കോൺഗ്രസിൻ്റെ ചില നേതാക്കൾക്കെല്ലാം തന്നെയും വളരെ വലിയ രീതിയിലുള്ള ചില അതൃപ്തി ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മറ്റൊന്ന്, ടൈസൺ മാസ്റ്റർ എത്തുമ്പോൾ വളരെ വലിയൊരു രീതിയിലുള്ള പ്രചരണം ഈ LDFിൽ വലിയൊരു ആവേശമുണ്ടായിട്ടുണ്ട്. ഈ ആവേശം ഈ പ്രതിപക്ഷ നേതാവിന് പോലും വലിയ വെല്ലുവിളിയായി മാറിയെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ഒരു വലിയ ഭൂരിപക്ഷത്തിൽ VD സതീശൻ വിജയിക്കുമെന്ന പ്രതീക്ഷ ഇപ്പോൾ UDF ക്യാമ്പിൽ ഇല്ല എന്ന് തന്നെ പറയാം. മാത്രമല്ല പ്രതിപക്ഷ നേതാവ് ഏറ്റവും അധികം സമയം ആ മണ്ഡലത്തിൽ നിന്നിരുന്നു എന്ന കാര്യവും ഏറെ ശ്രദ്ധേയമാണ്. അതുപോലെ തന്നെയാണ് കളമശ്ശേരിയിൽ പി രാജീവ് മണ്ഡലം വിട്ട് പുറത്തേക്ക് പോയിട്ടില്ല എന്ന് നമുക്ക് പറയാം. കാരണം പി രാജീവും ഈസി വാക്കോർ എന്നാണ്. അതായത് നമ്മുടെ VIP സ്ഥാനാർത്ഥികൾ കേരളത്തിലെ മറ്റു സ്ഥലങ്ങളിലേക്ക് പ്രചരണത്തിന് പോകാൻ പറ്റാത്ത രീതിയിൽ മണ്ഡലത്തിൽ കുറച്ചെങ്കിലും കുരുങ്ങിക്കിടക്കേണ്ട അവസ്ഥയുണ്ട്. അത് പി രാജീവ് ആയാലും VD സതീശനായാലും അങ്ങനെ ഉണ്ടെന്നാണ് അല്ലേ? തീർച്ചയായും അത് തന്നെ പറയാം. കാരണം നമുക്കറിയാം ഈ സമയത്തുണ്ടായ പല വിവാദ വിഷയങ്ങളൊന്നിനെയും പി രാജീവ് ഉൾപ്പെടെയുള്ളവർ പ്രതികരിച്ചിട്ടില്ല എന്നത് വേറെ ശ്രദ്ധേയമായ കാര്യമാണ്. കാരണം അദ്ദേഹം ഒരു സംസ്ഥാന നേതാവ് കൂടിയാണ്. ആ ഒരു കാര്യം നോക്കുമ്പോൾ മറ്റൊന്ന് കുന്നത്തുനാട് ഈ തവണ ഒരു 2020 സ്ഥാനാർത്ഥികൾ ഏറെ നിർണായകമാകുന്ന 2-3 മണ്ഡലങ്ങൾ കുന്നത്തുനാട്, പെരുമ്പാവൂർ, തൃപ്പൂണിത്തുറ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളുണ്ട്. ആ മണ്ഡലങ്ങളിൽ ഇവർ പിടിക്കുന്ന വോട്ടുകളും ഏറെ നിർണായകമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. തൃപ്പൂണിത്തുറയിൽ NDA സ്ഥാനാർത്ഥി പിടിക്കുന്ന വോട്ടായിരിക്കും LDFിൻ്റെയും UDFിൻ്റെയും ജയപരാജയങ്ങൾ നിശ്ചയിക്കുക. കുന്നത്തുനാട്ടിലും അതേ സാഹചര്യം ഉണ്ടാകുന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ UDFിന് ശക്തിയുള്ള കേന്ദ്രമാണെങ്കിൽ പോലും ഒരു 5 സീറ്റ് നിലനിർത്തുമെന്ന രീതിയിലേക്ക് LDF പോയാൽ അത് കേരളത്തിലാകമാനം ഒരു തരംഗം. ആ തരംഗം LDFിന് അനുകൂലമാകും. മറിച്ച് ഒരു 14 സീറ്റിൽ 13 സീറ്റിൽ ലഭിക്കുമെന്നാണ് UDFിന്റെ പ്രതീക്ഷ. അങ്ങനെയെങ്കിൽ അത് UDF തരംഗം സംസ്ഥാനത്താകമാനമുണ്ടെന്ന് പറയാം. പക്ഷേ 5 സീറ്റ് ലഭിക്കുമെന്ന് ഇപ്പോൾ അല്പസമയം മുമ്പ് എറണാകുളത്തെ CPMന്റെ ജില്ലാ സെക്രട്ടറി സതീഷ് പറയുന്നു. അങ്ങനെ 5 സീറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും അത് LDFിന് അനുകൂലമായി സംസ്ഥാനത്താകമാനം ഉണ്ടാകുന്ന തരംഗമായി നമുക്കതിനെ വിലയിരുത്തേണ്ടി വരും. എന്തായാലും വളരെ വലിയ ആത്മവിശ്വാസത്തിലാണ് ഇരു മുന്നണികളും ഉള്ളത്.